ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആഹ്, നമ്മുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് S3-ലെ TOC എന്ന് പറയുന്ന സബ്ജക്റ്റ്. സോ അതിൽ നമ്മൾ പഠിച്ചിട്ട് പോവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ്? ഇനിയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കൊണ്ടാണെങ്കിലും ലൈക്ക് ഒരിക്കലും അങ്ങനെ ഒരു ദിവസം 2 ദിവസം പഠിക്കാൻ പറ്റില്ല. എന്നാലും ലൈക്ക് സംതിങ് ദാറ്റ് എന്താ പറയാ നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് പോലെ ഒരു ജസ്റ്റ് പാസ് പോലെങ്കിലും കിട്ടത്തക്ക രീതിയിൽ പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. സോ ഞാൻ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ടാവും. സോ ആദ്യത്തെ മൊഡ്യൂളിലെ കേസിൽ നമുക്ക് പറയാനുള്ളത് ബേസിക്കലി രണ്ട് സെക്ഷൻ അത്. ഒന്ന് അതിന്റെ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ പിന്നെ ഫൈനൈറ്റ് ഓട്ടോമേറ്റഡ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ഒരു സെക്ഷനാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് അത് അതിന്റെ കോർ ഏരിയ ആണ്. ദിസ് ഇസ് ദ കോർ ഏരിയ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിലെ കോർ ഏരിയ ആണ് ശരിക്കും ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അതിൽ ഏറ്റവും ബേസിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മളിപ്പോ എന്താ പറയാ, ഈ ഒരു സബ്ജക്റ്റിൽ TOC-യുടെ ബേസിക്സ് എന്താന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞൊരു ഏരിയ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ടോപ്പിക് ഫിൽറ്ററിങ് നടത്തിയപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ടോപ്പിക്സ് ഒരിക്കലും മനസ്സിലാവില്ല ഈ ടോപ്പിക്സ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ. അത് അങ്ങനെയാണ് അതിന്റെ ഒരു എന്താ പറയാ പ്ലേസ്മെന്റ് വെച്ചിരിക്കുന്നത്. ആദ്യത്തേതില് ജനറലി പറഞ്ഞ പോലെ ജസ്റ്റ് എന്തിനു വേണ്ടി പഠിക്കുന്നു, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ബേസിക്കലി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നില്ല. ബട്ട് ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ചോദിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണ്. നമ്മുടെ എക്സാം പാറ്റേൺസ് ഒക്കെ നോക്കുമ്പോൾ. സോ എന്തായാലും നിങ്ങൾക്ക് അത്രയും പറ്റിയില്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള രണ്ട് മൂന്ന് സംഭവങ്ങളാണ് ഓൺ ഓഫ് സ്വിച്ച്, അതുപോലെ കോഫി വെൻഡിങ് മെഷീൻ തുടങ്ങിയ സാധനങ്ങൾ. പിന്നെ ആൽഫബറ്റ് സ്ട്രിങ്സ് ലാംഗ്വേജ് ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവങ്ങളാണ്. 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ആൽഫബറ്റ്സ് സ്ട്രിങ്സ് എന്നൊക്കെ പറയുന്ന സാധനം. എന്താണ് ഡിഫൈൻ ആൽഫബറ്റ്, ഡിഫൈൻ സ്ട്രിങ്സ്, അല്ലെങ്കിൽ ഡിഫൈൻ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു ഏരിയ. പിന്നെ ഈ പറഞ്ഞ പോലെ അതിലെ വലിയ മാർക്കിന് 7 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഡെഫിനിഷൻസ്. DFA ആയിക്കോട്ടെ, NFA ആയിക്കോട്ടെ, അതിന്റെ പ്രോപ്പർ ഫോർമൽ ഡെഫിനിഷൻ ഉണ്ട്. ടപ്പിൾ ബേസിൽ പഠിക്കാനുണ്ട് ഫോർമൽ ഡെഫിനിഷൻ. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. 3 മാർക്കോ മേ ബി 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. DFA NFAയിലെ എല്ലാ ടോപ്പിക്സ് അത്യാവശ്യം കവർ ചെയ്യുക. എങ്ങനെ ഒരു DFA വരയ്ക്കണം, ഡ്രോയിങ്ങുകളെല്ലാം പഠിച്ചു പോവുക. അത് ചിലപ്പോൾ അന്നേരം റാൻഡം ക്വസ്റ്റ്യൻ ആയിരിക്കും, ബട്ട് അറിയുക എങ്ങനെയാണ് ഇതിൽ ഓരോ ചേഞ്ചസ് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ. സോ DFA NFAയുടെ ഡ്രോയിങ്സ് പഠിച്ചിട്ട് പോവുക. എപ്സലോൺ NFA പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതും പറ്റുകയാണെങ്കിൽ പഠിച്ചു, എപ്സിലോൺ വെച്ചിട്ട് എങ്ങനെ പാസ് ചെയ്ത് പോവാം എന്നുള്ളത്. പിന്നെ സ്റ്റേറ്റ് മിനിമൈസേഷൻ നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവമാണ്. എങ്ങനെ സ്റ്റേറ്റുകൾ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളത് പഠിക്കാനുള്ളൊരു കേസാണ്. മെയിൻലി മൈഹിൽ നീറോഡ് തിയറം ഐ ബിലീവ്. അത് പഠിക്കാൻ പറ്റിയാൽ നല്ലത്. ബട്ട് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണത്, മൈഹിൽ നീറോഡ് തിയറം എന്ന് പറയുന്ന ഏരിയ ഒക്കെ. അതൊക്കെയാണ് നമുക്ക് ബേസിക്കലി പഠിക്കാൻ ഉള്ളത്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ നമുക്ക് പഠിക്കാനുള്ള സാധനം DFA NFA പഠിച്ചാൽ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതാണ് കൺവേർഷൻസ് ഓഫ് എന്താ പറയുക DFA, സോറി, NFAയിൽ നിന്ന് DFAയിലേക്ക് ഒരു കൺവേർഷൻ നമുക്ക് നമ്മൾ ട്രാൻസിഷൻ ടേബിൾ വെച്ച് പഠിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NFA ടു DFA ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു മൊഡ്യൂൾ ചോദിക്കുക. സെക്കൻഡ് മൊഡ്യൂളിലെ കേസിൽ വരുമ്പോൾ നമുക്കിവിടെ 3 ഏരിയാസ് ഉണ്ട്. ഒന്ന് റെഗുലർ എക്സ്പ്രഷൻ, ഒന്ന് റെഗുലർ ലാംഗ്വേജ്. അത് റെഗുലർ എക്സ്പ്രഷൻ വർക്ക് ചെയ്യുന്ന റെഗുലർ ലാംഗ്വേജിന്റെ ബേസിലാണ്. റെഗുലർ ലാംഗ്വേജസിന്റെ ഏരിയാസ്, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഇത് ലൈക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇത്രയും നേരം പഠിച്ച ഓട്ടോമേറ്റഡ് ഒരു കണ്ടിന്യൂവേഷൻ പോലെ വരുന്ന ഏരിയ ആണ് ഈ പറഞ്ഞ ഏരിയകളെല്ലാം. സോ അതിൽ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞൊരു ടോപ്പിക് ഇതാണ്. ഫോർമൽ ഡെഫിനിഷൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഫോർമൽ ഡെഫിനിഷൻസ് ഓരോന്നിനും ഉണ്ട്. കോണ്ടെക്സ്റ്റ് CFGക്ക് ഉണ്ട്, VTPS ഉണ്ട് എന്ന് പറഞ്ഞൊരു CFG ആയിക്കോട്ടെ, റെഗുലർ ഗ്രാമർ ആയിക്കോട്ടെ, each of them has its own
ഡെഫിനിഷൻസ് അത് പഠിച്ചു പോകും. അത് കാണാതെ പഠിച്ചു പോകാനുള്ള ബൈ ഹാർട്ട് പഠിച്ചു പോകാനുള്ള ഒരു സാധനമേ ഉള്ളൂ. അത് ചോദിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ RG അല്ലെങ്കിൽ REയുടെ ഒക്കെ കൺസ്ട്രക്ഷൻസ് ചോദിക്കാം. രണ്ടും രണ്ട് സംഭവങ്ങളാണ്. റെഗുലർ എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞ് നമ്മൾ A*B*C എന്നൊക്കെ പറഞ്ഞു എഴുതുന്ന സാധനമാണ്. റെഗുലർ ഗ്രാമർ എന്ന് പറയുമ്പോൾ SGS AP എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ ആയിട്ട് റൂൾസിന്റെ ബേസിൽ തരുന്നതാണ്. ഇത് രണ്ടിന്റെയും കൺസ്ട്രക്ഷൻ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് മെയിൻലി ആയിട്ട്. അതുപോലെ തന്നെ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ തന്നിട്ട് നമ്മളോട് അതിന്റെ റെഗുലർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറയും. അതും സ്റ്റേറ്റ് മിനിമൈസേഷൻ മെത്തേഡ് അവിടെയുണ്ട്. സ്റ്റേറ്റ് മിനിമൈസേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ പിന്നെയുള്ള നമുക്ക് ഇതിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ്, ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ ബിൽഡിംഗ് ചെയ്യാനുള്ളത് പഠിച്ചു വെച്ചോളുക. ഈക്വലൻസ് ആണ് ഞാൻ പറഞ്ഞത്, കൺവേർഷൻ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഗ്രാമറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സോ ഇറ്റ് വർക്ക്സ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജസിൽ ഉറപ്പായിട്ടും വരുന്ന ഒരു ടോപ്പിക്കാണ് ക്ലോഷർ അല്ലെങ്കിൽ ഡിസിഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്ലോഷർ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിസിഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് മേ ബി ചോദിച്ചേക്കാം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി, ഞാൻ പറയുകയാണെങ്കിൽ ഈ ടോപ്പിക്കിൽ മൊഡ്യൂൾ വെച്ച് തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പമ്പിങ് ലെമ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ജസ്റ്റ് നമ്മുടെ അസംഷന്റെ ബേസിലാണ് അതെല്ലാം വർക്ക് ചെയ്യുന്നത്. പമ്പിങ് ലെമ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ഈസി ടോപ്പിക്. സോ പമ്പിങ് ലെമ എന്തായാലും പഠിച്ചു പോവുക. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ റെഗുലർ ഗ്രാമർ, റെഗുലർ എക്സ്പ്രഷൻ, പമ്പിങ് ലെമ, ക്ലോഷർ ഡിസിഷൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പമ്പിങ് ലെമ പഠിച്ചിട്ട് പോവുക. ദെൻ കംസ് CFGയുടെ ഏരിയ. CFGയുടെ ഏരിയ വരുമ്പോൾ നമ്മൾ ഫോർമൽ ഡെഫിനിഷൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്കതിൽ ഡെറിവേഷൻസ്, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെറിവേഷൻസ് ഉണ്ട്. ലെഫ്റ്റ് മോസ്റ്റും അതുപോലെ തന്നെ റൈറ്റ് മോസ്റ്റിലും ഡെറിവേഷൻസ് ചോദിച്ചേക്കാം. പാസ് ട്രീ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്, ചാൻസ് ഉണ്ട് പാസ് ട്രീസ്. അംബീജിയസ് ഗ്രാമർ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരേ ഇൻപുട്ടിന് ലെഫ്റ്റിലും റൈറ്റിലും വന്ന സോറി ലെഫ്റ്റ് ഇതിൽ തന്നെ ഇപ്പം ഒരു ഡെറിവേഷൻ സെറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൻസറുകൾ പോസിബിൾ ആണെങ്കിൽ അത് അംബിഗ്വിറ്റി എന്നുള്ളൊരു ടേമിലേക്ക് വരും. എങ്ങനെ റിസോൾവ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെയാണ് മെയിൻലി ഇതിലുള്ളത്. കമ്മിങ് ടു ദ തേർഡ് മൊഡ്യൂൾ, നമുക്കിവിടെ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കേസുകൾ. ഒന്നാണ് PDA, പുഷ് ഡൗൺ ഓട്ടോമേറ്റ. സോ PDAയിൽ നിന്ന് 2 സെറ്റ് ഉണ്ട്. ഇതിന്റെ ഫോർമൽ ഡെഫിനിഷൻ പഠിച്ചു. ഫോർമൽ ഡെഫിനിഷൻ മറക്കരുത്. ഞാൻ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്. ഡിറ്റർമിനിസ്റ്റിക് PDA, നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA, നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA. ഇത് രണ്ടിന്റെയും ലൈക്ക് CFGയിലേക്കുള്ള കൺവേർഷൻസ്, അതിപ്പോ എന്താ പറയാ, DPA ആണെങ്കിലും CFGയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ വരുന്നതിന്റെ ലൈക്ക് നമ്മുടെ പറയാം ഈക്വലൻസ് ഓഫ് NPDAs ആൻഡ് CFGs അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. സോ അതൊന്ന് നോക്കിയെടുക്കുക. പിന്നെ നമുക്ക് സിംപ്ലിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ എലിമിനേഷൻ മെത്തേഡ്സ് വെച്ചിട്ട് എങ്ങനെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ സിംപ്ലിഫൈ ചെയ്യാം. 2 മെയിൻ മെത്തേഡുകളാണ് CNF, GNF. ക്രോംസ്കി നോർമൽ ഫോം, അതുപോലെ തന്നെ ഗ്രേബച്ച് നോർമൽ ഫോം. ക്രോംസ്കി പഠിക്കാൻ പറ്റിയാൽ അത്ര നല്ലത്, നെവർ സ്കിപ്പ് ദാറ്റ് ഞാൻ പറയും. GNF കുറച്ചുകൂടെ ട്രിക്കിയാണ്, ഒന്ന് ഇരുത്തി പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. തലേന്നൊക്കെ നോക്കിപ്പോയാൽ ചിലപ്പം മൊത്തം എന്താണ് പല വഴിക്ക് പക്ഷികൾ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ പറക്കുന്ന കാണാം, ഇങ്ങനെ ഇങ്ങനെ. സോ അവോയ്ഡ് ദാറ്റ്. GNF പഠിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പഠിച്ചിട്ട് പോവുക. CNF ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാവുന്നതുള്ളൂ, ചെറിയ റൂളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പമ്പിങ് ലെമയും CFL, അതായത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ പമ്പിങ് ലെമ. അപ്പോൾ പമ്പിങ് ലെമ ഒരിടത്ത് പഠിച്ചത് തന്നെ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. CFLിലെ പമ്പിങ് ലെമ പഠിച്ചിട്ട് പോവുക. അതിൻ്റെയും ക്ലോഷർ പ്രോപ്പർട്ടീസും ഡിസിഷൻ പ്രോപ്പർട്ടീസും ഉണ്ട്. ക്ലോഷർ ഡിസിഷൻ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് പോവുക. ഇതിനൊക്കെ വിത്ത് പ്രൂഫ് എന്ന് പറയുന്നുണ്ട്. സോ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ എല്ലാത്തിലും പ്രതീക്ഷിക്കാം. വിത്ത് ഫോർമൽ പ്രൂഫ് എന്ന് പറയുന്നുണ്ട്. സോ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ ഫ്ലാറ്റ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫ്ലാറ്റ് എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, 2019 സ്കീമുകാർ. സോ നമുക്ക് അന്നേരം അങ്ങനെ പ്രൂഫുകളിൽ ഉണ്ടായിരുന്നില്ല.
സോ നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് മോഡ്യൂൾ യു ഹാവ്. അതിൽ അതിൽ കുറച്ച് എന്താ പറയുക, കുറേ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കുറച്ച് സാധനങ്ങളെ അതിൽ പഠിക്കാനുള്ളൂ. ട്യൂറിംഗ് മെഷീൻ പഠിക്കുക, ഫോർമൽ ഡെഫിനേഷൻ, ഐ അഗൈൻ റിപ്പീറ്റ്, ഫോർമൽ ഡെഫിനേഷൻ. അതുപോലെ തന്നെ എങ്ങനെയാണ് അത് വർക്കിംഗ്, എങ്ങനെയാണ് ലൈക്ക് മോസ്റ്റ്ലി അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്റ്റ്ലി ചോദിക്കുക, എങ്ങനെയാണ് വരുന്നത്. അതുപോലെ റിക്കേഴ്സീവ്ലി ഇവിടെ ഞാനത് എഴുതുന്നില്ല ബിക്കോസ് കുറച്ചധികം റിക്കേഴ്സീവ് ആൻഡ് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസിന്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട് ചില സമയത്ത്. അതാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് ആ ഏരിയയിൽ, പ്രോബ്ലംസിനേക്കാൾ കൂടുതൽ. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ഒരു ഏരിയയാണ് ക്രോംസ്കിയൻ ഹൈറാർക്കി. ലൈക്ക് കുറെ വട്ടത്തിന്റെ ഉള്ളിൽ വട്ടങ്ങൾ വരച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ഇറ്റ്സ് എന്താ പറയാ, ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മെയിൻ, ചിലപ്പോൾ ഒരു 5 മാർക്കിന് ചോദിച്ചേക്കാം, ചിലപ്പോൾ 3 മാർക്കിന് ചോദിച്ചേക്കാം, ബട്ട് ഷുവർ ആണ് അതെന്തായാലും വരും. അത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലായിരുന്നു ഫ്ലാറ്റിന്റെ സമയത്ത്. സോ ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, അത് വരുന്നതാണ്. പിന്നെ നമുക്ക് പറയുന്ന സംഭവം ഡിസൈഡബിൾ അൺഡിസൈഡബിൾ പ്രോബ്ലംസ്, മെയിൻലി ഹാൾട്ടിംഗ് പ്രോബ്ലം എന്നുള്ളതാണ്. ഡിസൈഡബിൾ ആണോ അൺഡിസൈഡബിൾ ആണോ എന്നുള്ളൊരു കേസിനെ പറ്റി പറയുന്നുണ്ട്. ഡിസൈഡബിൾ അൺഡിസൈഡബിൾ പ്രോബ്ലംസ്, അതിൽ മെയിൻലി നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുള്ള സാധനങ്ങൾ ഹാൾട്ടിംഗ് പ്രോബ്ലം. ഹാൾട്ടിംഗ് പ്രോബ്ലം ഭയങ്കര സിമ്പിൾ ആണ്, വിചാരിക്കുന്നത്ര പണിയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളൊരു സാധനം എടുക്കുന്നു, അതിന്റെ നെഗേഷൻ എടുക്കുന്നു, അതിന്റെ ഇൻഫ്ലുവൻസ് വരുന്നു, ഇത് രണ്ട് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നു. ലൈക്ക് ഇങ്ങനെയല്ല കറക്റ്റ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. സോ ഇറ്റ്സ് ഒരു പോസിബിലിറ്റിയാണ്. ഇത്രയാണ് ഇതിൽ കണ്ടിട്ടുള്ള ടോപ്പിക്സ്. സോ മെയിൻലി ഇതൊരു സിമ്പിൾ സബ്ജക്റ്റ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ നാഞ്ഞു പിടിച്ചാൽ കോഴ്സ് നിങ്ങൾക്ക് കയറാവുന്നതേ ഉള്ളൂ. ഇഫ് എനിബഡി വിഷ് ടു നീഡ് സം സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഞങ്ങളൊരു ആപ്പ് ചെയ്തിട്ടുണ്ട്, ബിടെക്കിഫൈഡ് എന്ന് പറയും. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് കയറിയാൽ നിങ്ങൾക്ക് അവിടെ നമുക്കൊരു ആക്സസ് ബേസ്ഡ് ആയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്, ഒരു റിക്വസ്റ്റ് തരാം. സോ നമ്മൾ ലൈക്ക് ഫ്ലാറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അവിടെ സോൾവ് ചെയ്തിരിക്കുന്നത്. സെയിം ആണ്, ടി ഒ സി ഫ്ലാറ്റ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഫ്ലാറ്റിന്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊഡ്യൂൾ വൈസ് ആയിട്ട് തന്നെ നമ്മൾ സോൾവഡ് ആണ്. സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാം. നോട്ട്സ് അവൈലബിൾ ആണ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ് എല്ലാം ഇതുപോലെ തന്നെ. സോ പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക. ലൈക്ക് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ, ഹൗ ടു അറ്റൻഡ് ആൻഡ് ഗെറ്റ് ടു എക്സാം. ബി റിലാക്സ്, ബി കൂൾ. സോ എക്സാംസ് എല്ലാം നല്ലതാവട്ടെ, നല്ല രീതിയിൽ കിട്ടട്ടെ, എല്ലാ ടോപ്പിക്സൊക്കെ ഓർമ്മ വരട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ടു ബിടെക്കിഫൈഡ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. And this is me, Alan Joe Sando, signing off. Thank you.